ഏതൊരു മിമിക്രിക്കാരൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് സിനിമ, സീരിയൽ, ടെലിവിഷൻ ഷോകൾ. അതായത് നമ്മുടെ കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിന് തൊട്ട് മുൻപായിട്ട് ഏഷ്യാനെറ്റിൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമുണ്ട്, മിന്നും താരം. ജഗദീഷ് ചേട്ടന് അതിൻ്റെ ആങ്കറായിട്ട് ചെന്നുകൊണ്ടുള്ള ആ ഒരു പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാമിൽ ഒരു കുറേ എപ്പിസോഡ് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാനും ഹരിശ്രീയുടെ ആർട്ടിസ്റ്റായ ബ്രിജേഷും പിന്നെ വേറെ 2-3-4 ആർട്ടിസ്റ്റുകൾ കൂടിയാണ് ഞങ്ങളത് ചെയ്തുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ കൈരളി ചാനലിൽ ഗരം മസാല എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലും മച്ചാൻ റയീസിൻ്റെ ഒപ്പം ഞാൻ മരടിലുള്ള, അതായത് ആൻറ്റോ മരടെന്ന് പറയും, കൊച്ചിൻ ഹരിശ്രീയുടെ ആർട്ടിസ്റ്റ് തന്നെയാണ്. അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ കുറേ എപ്പിസോഡുകൾ എനിക്ക് കൈരളി ചാനലിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മേജർ രവിയെ പരിചയപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന് പറഞ്ഞൊരു തമിഴ് ഫിലിമിൻ്റെ പൊള്ളാച്ചിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ വെച്ചാണ് ഞാൻ ശരിക്കും മേജർ രവി സാറിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം വന്ന് മണിരത്നത്തിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ആ പ്രോഗ്രാമിലാണ്, ആ സിനിമയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ സാറിനെ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. ആ ഒരു ബന്ധം ഇന്നും ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. സാറിൻ്റെ വർക്കുകൾക്ക് തിരക്ക് ഉണ്ടെപ്പോഴും നമ്മളത് ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല. എന്നാൽ പോലും ഇടയ്ക്ക് ആ ഒരു ബന്ധം നമുക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേജ് ഷോകൾ ശരിക്കും ബാംഗ്ലൂർ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ പോലും നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരെന്ന് പറയുന്നത് നമുക്കെന്നും നമ്മുടെ നാടിന് ഭയങ്കര സപ്പോർട്ട് ഉള്ള ഒരുപാട് ആളുകളുണ്ട് നമുക്ക്. അതോടൊപ്പം തന്നെ നമ്മളൊരു നാട്ടിലൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ നമ്മുടെ നാടിൻ്റെ ആളുകൾ ഇന്നും ഓരോ ഷോ കഴിഞ്ഞ് വരുമ്പോഴും നമ്മൾ പറയാറുണ്ട്, നന്നായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ നല്ല പരിപാടിയായിരുന്നു എന്ന് നമുക്ക് പറയാം. നമുക്ക് നല്ല സപ്പോർട്ടാണ് നമ്മുടെ രാമപുരത്തുള്ള ആർട്ടിസ്റ്റുകളെല്ലാവരും. നമ്മൾ ഈ TV ഷോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ബേസ് കിടക്കുന്നത് എപ്പോഴും ആ പഴയ ഹരിശ്രീയുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. അവിടെ നിന്ന് കിട്ടിയ ഒരു ശിക്ഷണം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മളിപ്പോൾ ഒരു സ്കിറ്റ് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാമിന് ഒരു സ്റ്റാർ ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, അതൊരു ടൈമിംഗ് എന്നൊരു പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമുക്ക് കിട്ടുന്നത് കൊച്ചിൻ ഹരിശ്രീയുടെ ആ ഒരു ഫ്ലോറിൽ നിന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ അശോകൻ ചേട്ടനായിക്കോട്ടെ, അല്ലെങ്കിൽ മാർട്ടിൻ ചേട്ടനായിക്കോട്ടെ, സാജു കുടിയൻ, ഇവരൊക്കെ ആ ഒരു ഐറ്റം ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്യാപ്പ് മ്യൂസിക് ഫില്ല് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യം എൻ്റെ ഇത്. അതിനുശേഷമാണ് നമ്മൾ ഫിലിം സ്റ്റാർസ് ചെയ്യാൻ തുടങ്ങി, പിന്നെ നമ്മൾ സ്കിറ്റുകളിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു ടൈമിംഗ് ആണ് നമുക്കിന്നും ആ ഒരു പ്രചോദനമായിട്ട് നമുക്ക് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, നമ്മളൊരു സീരിയലായിക്കോട്ടെ, സീരിയൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 3-4 സീരിയലിനകത്ത് അഭിനയിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ആയത് 8 സുന്ദരികളും ഞാനെന്ന് പറഞ്ഞൊരു സീരിയലുണ്ട്. അത് തോമസ് തോപ്പിൽക്കുടി എഴുതിയിരിക്കുന്ന ആ ഒരു സീരിയലിനകത്ത് ഞാനത് കമൽ എന്ന് പറഞ്ഞൊരു കഥാപാത്രം, എനിക്കൊരു വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നത്. അതിലൂടെയാണ് ജാഫർക്ക് ആദ്യമായിട്ട് ഈ സീരിയൽ സിനിമാ രംഗത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. ജാഫർക്കയുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബിജുക്കുട്ടനും ഞങ്ങളൊക്കെ ഒരേ ലെവലിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിലൂടെ അവർ വരുമ്പോഴും അവരുടെ ആ ഒരു ടൈമിങ് ഇന്നും പല ആർട്ടിസ്റ്റുകൾ വരുമ്പോഴും അതിൻ്റെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ താളബോധത്തിൻ്റെ ഒരു സംഭവം നമുക്ക് ഇപ്പം അശോകൻ ചേട്ടൻ പറയുന്നതും അല്ലെങ്കിൽ മച്ചാൻ റയീസൊക്കെ നമുക്കത് ആ താളബോധം എന്താണെന്നുള്ളത് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടപ്പുണ്ട്. അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. പിന്നെ അതുമാത്രമല്ല, ഫസ്റ്റ് ഞാൻ ഈ ഹരിശ്രീ ചെല്ലുന്നതിന് മുമ്പായിട്ട് കൊച്ചിൻ സാനിസ എന്ന് പറഞ്ഞൊരു ആലുവയിലൊരു ട്രൂപ്പിലാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെ വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഷാജു, പിന്നെ ടിനി ടോം, ഇവരോടൊക്കെയുള്ള ആ ഒരു ബന്ധം നമുക്കുണ്ടായത്. പിന്നെ സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൻ്റെ സമയത്തും നമ്മൾ 8 സുന്ദരികൾ നടക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. നമ്മളതിനകത്ത് വർക്കും ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ. പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ബാലുക്കിരിയത്തി സാറ് സംവിധാനം ചെയ്ത 3 കോടി 300 പവൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയിലൊരു ചെറിയ വേഷം ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കലാഭവൻ അൻസാർക്ക ചെയ്ത വലതോട്ട് തിരിഞ്ഞാൽ 4ാമത്തെ വീട് എന്ന ആ ഒരു സിനിമയിൽ ഒരു പോലീസ് വേഷമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഹനീഫിക്കയുടെ ഒപ്പം ഒരു പോലീസ് വേഷം അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞിരിക്കുന്ന പടം ധ്യാൻ ശ്രീനിവാസൻ്റെ വിക്ടോറിയ ഗ്രേപ്സ് ആൻഡ് വൈൻസ് എന്ന് പറഞ്ഞ ഒരു പടത്തിൽ ഒരു പോലീസ് ഇൻസ്പെക്ടറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇറങ്ങാൻ 2-3 സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. തെമ്മാടിപ്രാവ്, അങ്ങനെ കുറേ പടങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴും ഞാനിപ്പം എൻ്റെ ജീവിതാനുഭവം ഞാൻ ഷെയർ ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഹരിശ്രീ എന്ന് പറയുന്ന ആ ഒരു ബേസിൽ നിന്നാണ് ഇതെല്ലാം. ഇപ്പം ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത് പോലും കൊച്ചിൻ ഹരിശ്രീയുടെ ബാനറിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രോഗ്രാം ചെയ്യാൻ എനിക്ക് സാധിച്ചു. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യാൻ സാധിച്ചു. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ
നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിൻ്റെ ബലത്തിൽ തന്നെ 9ഓളം ഷോർട്ട് ഫിലിമുകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ എറണാകുളത്ത് തന്നെ നല്ല പേരെടുത്ത അല്ലെങ്കിൽ ഡയറക്ടറായി ജോമോൻ ചേട്ടൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൽ അത്താഴം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ ഹീറോ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിന് ഏകദേശം നല്ലോണം വ്യൂസ് ഉണ്ടായി. എനിക്ക് നല്ലൊരു ആ വേഷം കണ്ടിട്ട് തന്നെ അടുത്ത വേറൊരു പടത്തിലേക്ക് നമ്മൾ സജക്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെയുള്ളൊരു ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് ഈ അഭിനയിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഡയറക്ഷൻ ഫീൽഡിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് 9 ഷോർട്ട് ഫിലിം ഞാൻ ഡയറക്റ്റ് ചെയ്തു. അതുകൂടാതെ ഈ കഴിഞ്ഞതിന് മുമ്പത്തെ ക്രിസ്മസിന് സ്വന്തമായ ഒരു ആൽബം ചെയ്യാൻ എനിക്ക് സാധിച്ചു. ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബം. അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ ലിറിക്സും ഡയറക്ഷനും എല്ലാം നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതൊക്കെ ഈ ഹരിശ്രീയുടെ ബലത്തിലാണ് അതെല്ലാം ചെയ്യുന്നത്. കാരണം നമ്മൾ ഇപ്പം അതിൽ നിന്ന് പോയിരിക്കുന്ന മ്യൂസിക് ഡയറക്ടർമാർ ഒരുപാട് പേരുണ്ട് ഹരിശ്രീയുടെ. ഇപ്പം ബിബിൻ സേവ്യർ, ഇന്നിപ്പോൾ KGF ഏറ്റവും ടോപ്പായ ഗാനം പാടിയിരിക്കുന്ന ബിബിൻ സേവ്യർ നമ്മുടെ ഏറ്റവും സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ച് കൊച്ചിന് ഹരിശ്രീയുടെ പ്രോഗ്രാംസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിബിൻ്റെയൊക്കെ ആ ഒരു ടൈമിങ്, ആ വോയിസ് വേരിയേഷന്, ബിബിൻ ചെയ്യുന്ന ആ ഒരു ഡെഡിക്കേഷൻ, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് അപ്പം മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിന് മണ്ടല്ലോ സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ നമുക്കും അങ്ങനെ. പിന്നെ ബേസ് എന്ന് പറഞ്ഞാൽ ഞാൻ തബല അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെറുപ്പം തൊട്ട് തന്നെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആൽബം, ഇതാണ് താരം എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ആൽബം എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്യുമ്പോഴും നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി ഞാനെന്നും പറയുന്നത് ഹരിശ്രീയുടെ ബാനറിൽ തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. ഇന്നിപ്പോഴും പ്രോഗ്രാംസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതും ഹരിശ്രീയുടെ ബാനർ, ടു ബി ഹരിശ്രീ എന്നുള്ള ഒരു ബാനറിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഉള്ള പ്രോജക്റ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ പുതിയൊരു ഷോർട്ട് ഫിലിം ഞാനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു ഫിലിമിന് ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മേക്ക് ഓവർ എന്നാണ് ഇപ്പോൾ അതിൻ്റെ ആ ഒരു ടൈറ്റിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഏകദേശം 3/4 ഇപ്പോൾ സിനിമ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പ്രേക്ഷകരായ നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും നമുക്കുണ്ടാകണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മിമിക്രി കലാകാരൻ എന്ന് പറയുന്നത് ശരിക്കും ശബ്ദം കൊണ്ട് ജീവിക്കുന്നവരാണ്. വർഷങ്ങളായിട്ട് ശബ്ദം വിറ്റ് ജീവിക്കുന്ന ഒരു പറ്റം കലാകാരന്മാരാണ് മിമിക്രി കലാകാരന്മാർ. ഏകദേശം 9 സിനിമകൾക്ക് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അതൊരു സിനിമയിൽ തന്നെ ഏകദേശം 8-9 പേർക്ക്, മാക്സിമം ഒരു 6 പേർക്കെങ്കിലും നമ്മൾ ചെയ്തിരിക്കും. അപ്പം പ്രായം ചെന്നവരായിക്കോട്ടെ, എന്നോടാ എന്നൊക്കെ ചോദിക്കുന്ന ആ വോയിസും, ചേട്ടാ എന്നൊക്കെ വിളിക്കുന്ന വോയിസും, അങ്ങനെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്ത് നമ്മളതിനകത്ത് ചെയ്യാറുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഏകദേശം 12-15ഓളം ഷോർട്ട് ഫിലിമുകൾക്കും ഷോർട്ട് മൂവിക്കും നമ്മൾ വോയിസ് ചെയ്യാറുണ്ട്. അപ്പം പറഞ്ഞല്ലോ, മിമിക്രിക്കാരെന്ന് പറയുന്നത് വോയിസ് കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ദൈവം തന്ന ആ വോയിസ് നമ്മൾ പരമാവധി ചെയ്യുന്നു. പിന്നെ ഇപ്പോഴും നമ്മൾ ഓരോ ആളുകൾ നമ്മൾ വിളിക്കുന്നു. കഴിഞ്ഞ ദിവസം കൂടെ നമുക്ക് വർക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പ്രോഗ്രാംസുകളുടെ സമയമാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനിയും ഷെയർ ചെയ്യാനുണ്ട്. പക്ഷേ എന്നാ പറഞ്ഞാലും നമുക്കതിൻ്റെ സമയപരിമിതികളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയും നമ്മൾ ഓരോ വേദികളിൽ വരുമ്പോൾ, നമ്മുടെ ഓരോ പ്രോഗ്രാമുകൾ വരുമ്പോൾ സപ്പോർട്ടുണ്ടാകണം. അപ്പോൾ ഓരോ കലാകാരന്മാരെയും ഉയർച്ച എന്ന് പറയുന്നത് പ്രേക്ഷകരാണ്. അപ്പോൾ ആ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ, എന്ന വിശ്വാസത്തോടെ, എന്ന പ്രാർത്ഥനയോടെ വരമ്പ് എന്ന ഈ പ്രോഗ്രാമിൽ എന്നെ ക്ഷണിച്ച ഇതിലുള്ള എല്ലാ സംഘാടകർക്കും, ഇതിലുള്ള ഡയറക്ടർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.